ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 153 എപ്പിസോഡ്. നമ്മൾ മരിയ സ്തുതി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ഏതെല്ലാം തിരുവചനങ്ങൾ കൊണ്ടാണ് അത് രൂപപ്പെടുത്തിയത് എന്ന് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, അത്രയും ഗബ്രിയേൽ മാലാഖ പറഞ്ഞതാണെന്നും നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകണം, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് എലിസബത്ത് പറഞ്ഞതാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മൾ നീ സ്ത്രീകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്നത് പഴയ നിയമത്തിലെ വചനമാണെന്നും യായേലിനെ കുറിച്ചും പിന്നെ യൂദിത്തിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എലിസബത്ത് എടുത്ത് പുതിയൊരു അർത്ഥത്തിൽ പുതിയൊരു മാനം കൊടുത്ത് എന്നാൽ ഒരു പഴയ നിയമമായിട്ടൊരു പാലം പണിത് ചെയ്തതാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് നമുക്ക് ഒന്നുകൂടി വിശദമായി കാണാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം സാത്താനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നിനക്ക് അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കാനേ കഴിയൂ. ഹീബ്രു മൂലപാഠത്തിൽ അവൻ നിന്റെ തല തകർക്കുമെന്നോ അവള് നിന്റെ തല തകർക്കുമെന്നോ തർജ്ജമ ചെയ്യാം. അവള് സ്ത്രീലിംഗമാകാം, പുല്ലിംഗമാകാം. ലത്തീൻ പരിഭാഷയിൽ വിശുദ്ധ ജെറോം ലത്തീൻ പരിഭാഷ തയ്യാറാക്കിയപ്പോൾ അവൾ നിന്റെ തല തകർക്കുമെന്നാണ് എഴുതിയത്. അങ്ങനെ മൂലപാഠത്തിൽ സാധ്യതയുണ്ട്. അതിലേക്കാണ് ഇവിടെ എലിസബത്ത് കൈ ചൂണ്ടുന്നത്. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എങ്ങനെ? യായേലിനെ പോലെയും യൂദിത്തിനെ പോലെയും. ഒരർത്ഥത്തിൽ യായേല് ഇസ്രായേലിൻ്റെ ശത്രുവായ സിസറായെ, ആ സൈന്യത്തലവനെ കൊന്നുകളഞ്ഞു ഫിസിക്കലായിട്ട്. യൂദിത്ത് അസീറിയയുടെ സൈന്യത്തലവനായ ഹൊളഫറസിനെ കൊന്നുകളഞ്ഞു. നീ അങ്ങനെ ആരും കൊലപാതകവും ചെയ്തിട്ടില്ല. മറിച്ച് നീ എന്താ ചെയ്തത്? നീ ചെയ്തത് സാത്താൻ്റെ തല തകർക്കുകയാണ്. അതിനാൽ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീത എന്ന് യായേലിനെ കുറിച്ചും യൂദിത്തിനെ കുറിച്ചും പറഞ്ഞത് നിന്റെ കാര്യത്തിൽ വേറൊരു തലത്തിൽ ശരിയാണ്. നീ സ്ത്രീ സാത്താൻ്റെ തല തകർക്കുന്നവളായതിനാൽ അവരെക്കുറിച്ച് പാടിയത്, യായേലിനെ കുറിച്ചും യൂദിത്തിനെ കുറിച്ചും പാടിയത് നിന്നെക്കുറിച്ചും സത്യമാകുകയാണ്. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന സംഗതിയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് കാനായിലെ കർത്താവ് ചോദിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 2. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയായിരിക്കുന്നവളെ സ്ത്രീ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കർത്താവ്. സ്വന്തം അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുകയാണ്. ഈ ഒരു ദൈവശാസ്ത്ര കണക്ഷനാണ്. അതുപോലെ തന്നെ കുരിശിന് താഴെ തൻ്റെ അമ്മ നിൽക്കുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നതും സ്ത്രീയെ ഇതാ നിന്റെ മകൻ. നമ്മൾ ഈ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീത, പിന്നെ സ്ത്രീയെ ഇല്ലേ എനിക്കും നിനക്കും എന്ത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ഇതെല്ലാം കണക്ഷൻ വന്നിട്ട് നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് പോയി നോക്കിയാൽ വെളിപാട് പുസ്തകത്തിൽ ഒരു സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ സ്വർഗത്തിലെ ദേവാലയം തുറക്കുമ്പോൾ അവിടെ ഉടമ്പടിയുടെ പേടകം കാണപ്പെടുന്നു. ഉടമ്പടിയുടെ പേടകത്തെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയാണ്. മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ തിരുവചനം കൂടിയാണിത്. വെളിപാട് പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യവും 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കുക. ഈ അധ്യായവും വാചകങ്ങളൊക്കെ വേർതിരിവൊക്കെ പിന്നീടുണ്ടായതാണല്ലോ. യോഹന്നാൻ വെളിപാട് എഴുതിയപ്പോൾ അങ്ങനെ അധ്യായം വാക്യം ഒന്നും വേർതിരിച്ചിട്ടല്ല എഴുതിയത്. അതൊക്കെ പിന്നീട് 6-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലൊക്കെയാണ് നമ്മൾ ഈ അധ്യായം തിരിച്ചതും വാക്യങ്ങളൊക്കെ തിരിച്ചത് സൗകര്യത്തിന് വേണ്ടി. യോഹന്നാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് എഴുതിയത്. അപ്പോൾ വെളിപാട് 11 അവസാനത്തെ വചനവും 12 ഒന്നാമത്തെ വചനവും ഒരുമിച്ച് വായിച്ചാൽ എന്താണ് ഈ ഉടമ്പടിയുടെ പേടകമെന്നും മറിയം സ്വർഗത്തിൽ ഉടമ്പടിയുടെ പേടകമാണെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ അവിടെയും സ്ത്രീ എന്നാണ് പറയണേ. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ. കാരണം അതുകൊണ്ട് അവള് സാത്താൻ്റെ തല തകർക്കും എന്ന അർത്ഥമുണ്ട്. അവളും അവനും ചേർന്ന്, അതായത് അവളും അവളുടെ ഉദരഫലമായ ദൈവപുത്രനും ചേർന്ന് ഒരുമിച്ചാണ് ഈ സാത്താൻ്റെ തല തകർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു കാര്യം ഇപ്പം ഡെവലപ്പ് ചെയ്യാണ്. അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ് മറിയത്തെക്കുറിച്ച് പറയണേ. അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് കർത്താവായ യേശുവിനെ കുറിച്ച് പറയണേ. ഒരേ വാക്ക്, സ്ത്രീലിംഗം പുല്ലിംഗം എന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഗ്രീക്കില് എവുലോഗെ മേനെ എന്നാണ്. ഹീബ്രുവിലാണെങ്കിൽ ബാറുക്ക് എന്നാണ്. ലത്തീനിൽ ബെനദിക്ത. ഇംഗ്ലീഷിൽ ബ്ലെസഡ് എന്നാണ് എഴുതണേ. BLESSED. പക്ഷെ ഉച്ചരിക്കുന്നത് ബ്ലെസ്ഡ് എന്നാണ്. ബ്ലെസ്ഡ് അനുഗ്രഹീത, ധന്യ, വാഴ്ത്തപ്പെട്ടവള് എന്നൊക്കെ അർത്ഥം. ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു
നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവളായി ദൈവം തന്നെ കണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നെന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അനുഗ്രഹിക്കുകയും നീ അനുഗ്രഹിക്കപ്പെട്ടവളായി ദൈവം കാണുകയും ചെയ്തിരിക്കുന്നു. ദൈവം തന്നെ ധന്യയായി കണ്ടിരിക്കുന്നു. കൃപയുടെ നിറവിൽ ദൈവം തന്നെ കണ്ടിരിക്കുന്നു. നീ വാഴ്ത്തപ്പെട്ടവളാണ് എന്നിങ്ങനെ നിരവധി അർത്ഥമുണ്ട് അതിന്. ഇതാണ് മറിയത്തിന്റെ ആദ്യത്തെ ഭാഗ്യം. ദൈവകൃപയുടെ വരപ്രസാദത്തിന്റെ നിറവിലായിരിക്കുന്ന അവളെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവളായി വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു. ദൈവം അവൾ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് ഈ എലിസബത്ത് പറയുന്നതിന്റെ അർത്ഥം ദൈവം നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവളെ കണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ടവളെ കണ്ട മറിയത്തെയാണ് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ബോണഗൻ ക്രിസ്ത്യൻസും ക്രിസ്റ്റാഡെൽഫിയൻസും പ്രൊട്ടസ്റ്റന്റുകാരും ഒക്കെ മോശമായിട്ട് അവതരിപ്പിക്കണേ. ദൈവത്തോടാണ് അവരുടെ കലഹം. ദൈവം അവരോട് പൊറുക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അവർ പശ്ചാത്തപിച്ച് മറിയത്തിന്റെ സഭയായ കത്തോലിക്ക സഭയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് എബുലോഗമേനെ എന്ന മറിയത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടവൾ, ഈശോയെക്കുറിച്ച് എബുലോഗമേനോസ് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരേ വാക്കാണ് മറിയത്തിന്റെ ഭാഗ്യത്തിനും അവളുടെ ഉദരഫലമായ ഈശോയുടെ ഭാഗ്യത്തിനും കൊടുക്കുന്നത്. അത് പ്രസക്തമാണ്, പ്രാധാന്യമുള്ളതാണ്. അമ്മയുടെയും മകന്റെയും സൗഭാഗ്യത്തെ തുലനം ചെയ്തിരിക്കുകയാണ്. കാരണം അവളും അവനും ചേർന്നാണ് ദൈവത്തിന് ശത്രുവായ സാത്താനെ തോൽപ്പിക്കുന്നത്, പിശാചിനെ തോൽപ്പിക്കുന്നത്. അവളും അവനും ചേർന്ന്, ഒരാൾ തന്നെയല്ല. ദൈവം മനുഷ്യനായിട്ട് വേണ്ടായിരുന്നോ? ഈ ഭൂമിയിൽ വന്നിട്ട് വേണ്ടായിരുന്നോ ഈ പിശാചിനെതിരെയുള്ള യുദ്ധം തുടങ്ങാൻ? അപ്പം മറിയത്തിന് സമ്മതം ആവശ്യമില്ലായിരുന്നോ? മറിയത്തിന് സമ്മതം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ച് മറിയത്തിന് സമ്മതം ചോദിക്കുന്നത്. അത്രയും ഉയർത്തപ്പെട്ട ഒരു സൃഷ്ടിയാണ് മറിയം. ഇതപര്യന്തം ഉണ്ടാകാത്തതും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ ഒരു മഹാഭാഗ്യമാണ് മറിയത്തിന് കിട്ടിയിരിക്കുന്നത്. അതിനാൽ മറിയം ദൈവകൃപയുടെ നിറവിലായിരുന്നത് മാത്രമല്ല അവളുടെ ധന്യത. മറിയത്തിന്റെ ഉദരത്തെ തനിക്ക് പാർക്കാനുള്ള വാസസ്ഥാനമായി ദൈവം കണ്ടിരിക്കുന്നു. തനിക്ക് പാർക്കാനുള്ള വാസസ്ഥാനമായി, കൂടാരമായി മറിയത്തെയാണ് ദൈവം കണ്ടത്. അവളെ ഉദരത്തിലുള്ള ശിശുവിന്റെ ഭാഗ്യം മറിയത്തെ അനുഗ്രഹിതയാക്കുന്നു. ചുരുക്കത്തിൽ മറിയത്തിന്റെ 2 അനുഗ്രഹങ്ങൾ എലിസബത്ത് അംഗീകരിച്ച് ഏറ്റു പറയാണ്. മറിയം എന്നും ദൈവകൃപയിലാണ് ജീവിച്ചത്. അതാണ് ഒന്നാമത്തെ ഭാഗ്യം. 2, മറിയത്തിന്റെ ഉദരത്തിലെ ശിശുവിന്റെ ശ്രേഷ്ഠത. ദൈവം തന്നെ പത്രനാണത്. അവളെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നു. ദൈവത്തിന്റെ കൃപയും മറിയത്തിന്റെ പ്രസാദാത്മക പ്രതിസ്പന്ദവും രക്ഷാചരിത്രത്തിൽ സമഞ്ജസമായി സമ്മേളിക്കുന്നു. മറിയത്തിന്റെ കൃപാവരാവസ്ഥയെ അംഗീകരിക്കുകയും തന്റെ പുത്രന്റെ അമ്മയാകാൻ അവൾ യോഗ്യതയുള്ളവളെന്ന് കാണുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് എലിസബത്ത് പറയുന്നത്. ഇതൊക്കെ തിരുവചനമല്ലേ? ഞാൻ ഗ്രീക്കും ഹീബ്രുവൊക്കെ പറയുന്നതിന് കാരണം അത്രമാത്രം ആഴത്തിലുള്ള സംഗതികളാണെന്ന് പറയാൻ വേണ്ടി കൂടി വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം കൂടി ഇവിടെ ഇല്ലേ? അമ്മയും മകനും ചേർന്നാണ് സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ, അമ്മയും മകനും. അപ്പോൾ അമ്മമാരുടെ പ്രസക്തി, പ്രാധാന്യം ഊന്നി പറയുകയാണ് എലിസബത്ത്. ഒരു അമ്മയാകുന്നതിൻ്റെ സന്തോഷം എലിസബത്ത് നന്നായിട്ട് അറിയാം. വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് വയസ്സുകാലത്ത് ഒരു കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ആനന്ദമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മമാരുടെ പ്രസക്തി, അമ്മയാകുന്നതിൻ്റെ ആനന്ദം, അമ്മമാരും മക്കളും ചേർന്നാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള സംഗതിയൊക്കെ എലിസബത്ത് വളരെ വ്യക്തമായി ആവിഷ്കരിക്കുക. സ്ത്രീ അമ്മയാകുമ്പോഴാണ് പൂർണ്ണത പ്രാപിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചില സെലിബ്രിറ്റികൾ, നമ്മുടെ നാട്ടിലല്ല ലോകത്തിലൊക്കെ സെലിബ്രിറ്റികൾ എന്ന് നാം വിചാരിക്കുന്ന ചില സ്ത്രീകൾ, അവർ പലരും പിഴയാവുന്ന കാര്യം വേറൊരു വശം. സെലിബ്രിറ്റികൾ നാം വിചാരിക്കുന്ന ചില സ്ത്രീകൾ അമ്മയാകുന്നതല്ല സ്ത്രീയുടെ മഹത്വം ഇരിക്കുന്നത്, കല്യാണം കഴിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ആ സെലിബ്രിറ്റികളെ കെണിയിൽ വീടരുത്. അവർക്ക് അമ്മയാകാൻ പറ്റാത്തതിൻ്റെ വിഷമോ അല്ലെങ്കിൽ അമ്മയാകുന്നതിന് ആനന്ദം അറിയാത്തതിൻ്റെ നിരാശതയൊക്കെയാവും. അതുകൊണ്ട് സെലിബ്രിറ്റികളാണെന്നും പറഞ്ഞിട്ട് അമ്മയാകേണ്ട കാര്യമില്ല, സ്ത്രീ ആയാൽ മതി, ജോലി ചെയ്താൽ മതി, കല്യാണം കഴിക്കേണ്ട, മക്കൾ വേണ്ട എന്നൊക്കെ സെലിബ്രിറ്റികൾ പറയുമ്പോൾ അത് സാത്താൻ്റെ കെണിയാണെന്ന് തിരിച്ചറിയാൻ മറിയത്തിൻ്റെ മക്കൾക്കെങ്കിലും കഴിയണം. അത്തരം സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറിയമാണ് നമുക്ക് ആ മറിയത്തിൻ്റെ വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ സെലിബ്രിറ്റികളുടെ വാക്കല്ല നമ്മൾ കേൾക്കേണ്ടത്. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളായ മറിയത്തിൻ്റെ വാക്ക് കേൾക്കുന്ന മറിയത്തിൻ്റെ മക്കളായി സ്ത്രീകൾ അമ്മയാകണം, അമ്മമാരാകുന്നതിന് ആനന്ദം അനുഭവിക്കണം. സ്ത്രീയും അവളുടെ മകനും ചേർന്ന് സാത്താനെതിരെ പൊരുതിയതുപോലെ ഇന്ന് അമ്മമാരും
സ്ത്രീകൾ അമ്മയാകണം. ആ അമ്മമാരും ആ അമ്മമാരുടെ മക്കളും ചേർന്ന് പിശാചിനെതിരെയുള്ള സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ഏർപ്പെടണം. അമ്മ മക്കളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യണം. ഇപ്പം നമ്മുടെ സഭയ്ക്കുള്ളിലും ഒരുപാട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം സാത്താൻ്റെ പണി ചെയ്യുന്നവർ പലപ്പോഴും വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ് സാത്താൻ്റെ പണി ചെയ്യണേ. അപ്പോൾ നമ്മൾ പേടിച്ചു പോകാം. അവിടെയൊക്കെ അമ്മ നമുക്ക് കൂട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമരത്തോടൊപ്പം നിന്ന് അവളുടെ ഉദരഫലമായ ഈശോടൊപ്പം നിന്ന് സാത്താനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ ഈ മറിയത്തിൻ്റെ മേന്മയെ, അവളുടെ കൃപാവരവസ്ഥയെയും ഈ പിന്നെ അവള് ദൈവമാതാവാകുന്നു ഇല്ലേ, അതാകാനായിട്ട് അവളുടെ ഗർഭപാത്രമാണ് ദൈവം തനിക്ക് വസിക്കാനുള്ള വാസസ്ഥാനമായി കണ്ടത്. ഈ രണ്ട് കാര്യങ്ങളെയാണ് എലിസബത്ത് ഊന്നി പറയുന്നത്. നമ്മുടെ ഈ പെൺകുട്ടികളൊക്കെ അവരുടെ ഗർഭപാത്രം നല്ല മനുഷ്യർക്ക് ജന്മം കൊടുക്കാനുള്ള വാസസ്ഥാനമായി ദൈവം കാണട്ടെ. അങ്ങനെ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.